ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീലാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഓരോന്നും ഉണ്ടാക്കുന്നതും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കാം ഫ്രണ്ട്സ്. ഫസ്റ്റ് കാണിക്കുന്നത് വത്തക്കുളമ്പാണ്. നമ്മളുടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വത്തക്കുളമ്പ്, മണത്തക്കാളി ഇട്ടിട്ടുള്ള വത്തക്കുളമ്പാണ്. ഇത് കുറച്ച് നേരം ആകുമ്പോൾ ഇനിയും കട്ടിയായിട്ട് കുറുകി വരും കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ ചൂടോടെ ഇരിക്കുവാണ്, നല്ല മണമുണ്ട് അതിൻ്റെ. ഇത് ചൊരക്കയുടെ കറിയാണ്. ഇതും കുറച്ച് ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. ചുമ്മാ തേങ്ങ അരച്ച് വെച്ചത് മാത്രമല്ല, അത് ഇതിലും ഉണ്ട് ചില വിഭവങ്ങളൊക്കെ നമുക്ക് ഡിഫറെൻ്റായിട്ടുള്ള കിട്ടുന്നത്. ഇത് അതിലും ഹൈലൈറ്റാണ്. ഇത് വന്നിട്ട് മുതിര കൊണ്ടുള്ള ചമ്മന്തിയാണ്. ഈ മുതിര ചമ്മന്തിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും, ഇതും തരുന്നത്. എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളായിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഹൈലൈറ്റ് നമ്മളുടെ പഴങ്കഞ്ഞിയാണ്. ഈ വേനൽക്കാലത്ത് നമ്മൾ പഴങ്കഞ്ഞി ഞാനിങ്ങനെ പൊങ്കാലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ആ കലമൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം വെച്ചിരിക്കും. വലിയ കലമുണ്ട് കേട്ടോ, അത് വേറെ ആവശ്യത്തിനാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ പഴങ്കഞ്ഞി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പോടുകൂടി ഇത് മാത്രം കഴിച്ചാൽ തന്നെ അമൃതമാണ് ഫ്രണ്ട്സ്. ഇതിനകത്ത് നമ്മൾ എന്ത് പറയാനാ, എല്ലാം ഭയങ്കര ടേസ്റ്റുള്ള സംഗതികളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ വത്തക്കുളമ്പ് കുറച്ചിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചമ്മന്തി വന്നിട്ട് ഇതിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. ഈ രണ്ടുമാണ് ഈ സ്പൈസി ആയിട്ടുള്ള ഈ വത്തക്കുളമ്പിൻ്റെ കൂടെ കോമ്പിനേഷനാണ് ഈ ചൊരക്കയുടെ കറി. നല്ല ടേസ്റ്റാണ് ഈ ചൊരക്കയുടെ കറി. ഞാൻ ഇങ്ങനെ കൂട്ടിക്കഴിക്കുന്ന കുറച്ചായിട്ട് കൂട്ടിക്കഴിക്കുന്ന ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റിൽ എടുത്തിട്ടില്ല. സെപ്പറേറ്റ് പ്ലേറ്റ് മാറ്റി തന്നെ വെച്ചു. ചമ്മന്തി, നമ്മൾ മുതിര ചമ്മന്തിയും വെച്ച് നല്ല അടിപൊളി നാടൻ വിഭവമാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കണം, അല്ലാതെ നമുക്ക് എല്ലാത്തിനും നമ്മൾ പുറത്ത് ഓടണ്ട. നമ്മൾ തന്നെ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കറികളൊക്കെ എത്ര ദിവസമാണെങ്കിലും കേടാവില്ല. ഇതിലധികം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ഫ്രണ്ട്സ്. അത് കാരണം ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഇതെല്ലാം തന്നെ ഈ പഴങ്കഞ്ഞി വരെ ഉണ്ടാക്കുക കേട്ടോ ഫ്രണ്ട്സ്. എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വേവിച്ച പച്ചക്കറികളായിരിക്കും കൂടുതലും കേട്ടോ ഫ്രണ്ട്സ്. അത് കാരണം താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ. നല്ല ഊണല്ലേ, അടിപൊളിയല്ലേ?